ഒരു മകനായി മകളായി നിന്മാർവിൽ ഞാനും ശാന്തമായി ഉറങ്ങിയിടും നേരം. ഒരു മകനായി മകളായി നിന്മാർവിൽ ഞാനും ശാന്തമായി ഉറങ്ങിയിടും നേരം. ഉറങ്ങാതെ ഉണർവോടെ കരുതും നിൻ കരങ്ങൾ. ജീവിതം നിന്നിൽ ധന്യമായി തീരാൻ. ഉറങ്ങാതെ ഉണർവോടെ കരുതും നിൻ കരങ്ങൾ. ജീവിതം നിന്നിൽ ധന്യമായി തീരാൻ. ദൈവം കനിവായി തന്നതല്ലേ ഈ ജന്മം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 49 സങ്കീർത്തനം 14 വാക്യം. അവരെ പാതാളത്തിന് ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു, മൃത്യു അവരെ മേയിക്കുന്നു. നേരുള്ളവർ പുലർച്ചയ്ക്ക് അവരുടെ മേൽ വാഴും, അവരുടെ രൂപം ഇല്ലാതെയാകും, പാതാളം അവരുടെ പാർപ്പിടം. ഈ ലോകത്തിൽ മനുഷ്യൻ എത്ര സമ്പത്തും സ്ഥാനവും നേടിയാലും അത് മരണത്തെ ജയിക്കാനാകില്ല. ദൈവത്തെ മറന്ന് ജീവിക്കുന്നവർ ആടുകളെപ്പോലെ മരണത്തിലേക്ക് പോകുന്നവരായി ചിത്രീകരിക്കപ്പെടുന്നു. മരണം അവരെ മേയിക്കും എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ അഭിമാനം, സമ്പത്ത്, അധികാരമെല്ലാം അവസാനത്തിൽ മരണത്തിന് മുമ്പിൽ നിലനിൽക്കുകയില്ല. കാരണം മനുഷ്യ ജീവിതം താൽക്കാലികമാണ്. എന്നാൽ ഈ വചനത്തിൽ ഒരു പ്രത്യാശയുണ്ട്. പ്രഭാതത്തിൽ നേരുള്ളവർ അവരെ അധീകരിക്കും. ഇത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കുള്ള ജയത്തിൻ്റെ പ്രതീകമാണ്. ഇരുട്ടിൻ്റെ രാത്രി കഴിഞ്ഞാൽ ഒരു പുതിയ പ്രഭാതം വരും. പ്രഭാതം ഒരു പുതിയ തുടക്കത്തെ കാണിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. അവർക്കൊരു പുതിയ പ്രഭാതമുണ്ട്. ഈ പ്രത്യാശ നമുക്ക് ലഭിക്കുന്നത് യേശുക്രിസ്തു മുഖാന്തരമാണ്. അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് നിത്യജീവിതത്തിൻ്റെ വാതിൽ തുറന്നു തന്നു. അതിനാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് മരണം അവസാനമല്ല, അത് പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാണ്. പ്രിയമുള്ളവരെ, ദൈവമില്ലാത്ത ജീവിതം അവസാനത്തിൽ നഷ്ടമാണ്. മരണം എല്ലാവർക്കും ഉറപ്പുള്ളതാണ്. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു പുതിയ പ്രഭാതമുണ്ട്. അതുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നവരായി നീതിയോടെ ജീവിച്ച് ആത്മാവിന് മുൻഗണന നൽകുന്നവരായി നമുക്ക് രൂപപ്പെടാം. അപ്പോൾ നമ്മുടെ ജീവിതം ലോകത്തിൽ മാത്രമല്ല, നിത്യ ജീവിതത്തിലും വിജയകരമായിരിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, നീ തന്നിരിക്കുന്ന ജീവിതത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.